ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ഗോവർദ്ധനെയും കൂട്ടിക്കൊണ്ട് ബാലചന്ദ്ര മേനോൻ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ കാറിലിരുന്ന് അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, താൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും എത്ര ദിവസത്തേക്കുള്ള യാത്രയാണെന്നൊന്നും സുലോചന തന്നോട് ചോദിച്ചില്ലേ നോക്കും. എത്ര ദിവസം കഴിഞ്ഞ് വരുമെന്ന് ചോദിച്ചു. അത് ഞാൻ 2 ദിവസം കഴിയും, പക്ഷേ ബാലേട്ടൻ്റെ കൂടെയുള്ള യാത്ര ആയതുകൊണ്ട് എവിടെ നിന്നാണെന്ന് ചോദിച്ചില്ലെന്ന് പറയും. ഓ അങ്ങനെയാണോ? അല്ല ബാലേട്ട, അലീന ഇവിടുന്ന് പോയാൽ ബാലേട്ടന് നല്ല സങ്കടം ആവത്തില്ലെന്ന് ചോദിക്കും. ആ അത് ശരിയാ, വൈജയ് ചേച്ചി ഇങ്ങോട്ട് മടങ്ങി വരികയും ചെയ്യുമല്ലോ. അത് ശരിയാ, പക്ഷേ എല്ലാവരുടെയും ഒരു വിചാരം വൈജയന്തി വീട്ടിലോട്ട് തിരിച്ച് മടങ്ങി വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ്. പക്ഷേ അതിനുശേഷം ആടോ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്. എന്താ ബാലേട്ട, അലീന ആ വീട്ടിൽ നിന്ന് പോകുന്ന സമയം തൊട്ട് പ്രശ്നങ്ങൾ ശരിക്കും തുടങ്ങാൻ പോകാമെന്ന് പറയും. അപ്പം ഗോവർദ്ധനൊന്നും മനസ്സിലാവത്തില്ല. തനിക്കറിയാവോ, എൻ്റെ വീടിൻ്റെ പത്തായത്തിൽ ഒരു ഭൂതം ഇരിപ്പുണ്ടെന്ന് പറയും. ഭൂതമോ? ആ അതെ, ആ ഭൂതത്തിൻ്റെ അടപ്പാണ് അലീന. ആ അലീന അവിടുന്ന് പോകുന്നതോടുകൂടി ആ അടപ്പ് തുറക്കും. അതിനുശേഷം ആ ഭൂതം പുറത്ത് വരും. പുറത്ത് വന്നതിന് ശേഷം വൈജയന്തി അങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ ആ ഭൂതം വൈജയെ പിടികൂടി കഴുത്ത് ഞെരിച്ച് അമർത്തി ആകാശത്തോട്ട് പൊക്കിയെടുത്ത് താഴോട്ടൊരു ഒറ്റ ഏറെറിയും. പിന്നെ 23 വർഷം ആ ഭൂതം കുടത്തിനകത്തായിരുന്നു. ആ ഭൂതത്തിനെ കുടത്തിലാക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരെയും കണ്ടുപിടിക്കണം. അത് എനിക്കിപ്പോൾ അപ്പോഴും ഗോവർദ്ധന് പറയുന്നതൊന്നും മനസ്സിലാവത്തില്ല. എന്നിട്ട് ബാലേന്ദ്രൻ ഒരുമാതിരി ഭ്രാന്തനെ പോലെ ഇരുന്ന് ചിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഗോവർദ്ധനങ്ങ് നല്ല ടെൻഷനാകും. ഇതെന്താ ഇങ്ങനെയൊക്കെ ബാലേട്ടൻ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ്റെ മനസ്സിൽ മൊത്തം അലീനെ അവിടുന്ന് രക്ഷപ്പെടുത്തി മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സേഫ് സോണിലോട്ട് ആക്കണമെന്ന് തന്നെയാണ് ബാലചന്ദ്രൻ്റെ മനസ്സിൽ. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി പോകുന്നത് ഗംഗാധരനെ കാണാൻ വേണ്ടിയാണ്, അതായത് വൈജയന്തിയുടെ മൂത്ത സഹോദരനെ. അതിനുശേഷം അലീന സഹോദരങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ട് നേരെ നമ്മുടെ രേവതിക്കുട്ടി താമസിക്കുന്ന വീട്ടിലോട്ട് എറണാകുളത്തോട്ട് വരികയാണ്. അങ്ങനെ അവിടെ മാമച്ചനും ഗ്രേസി ആൻറ്റിയും എല്ലാം അവരെ സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടിയും ബബിതയൊക്കെ ചോദിക്കും, ഇതാണോ രേവതിക്കുട്ടി താമസിക്കുന്ന വീട്? അതെ, ഇതൊരു വലിയ വീടാണല്ലോ, ഒരു റിസോർട്ട് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഇതൊരു വലിയ വീടാണ്, ഇതിനകം കാണാനും നല്ല ഭംഗിയാന്നൊക്കെ അലീന അവരോട് പറയുന്നുണ്ട്. ആ സമയത്ത് രോഹിത് കാറിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുകയാണ്. എന്താ രോഹിത്തെ, നീ മാത്രം ഇറങ്ങാത്ത? ഒന്നുമില്ല, ഞാനിവിടെ ഇരുന്നോളാം ചേച്ചി, നിങ്ങളുടെ ഒരു ഡ്രൈവറായിട്ട്. ഞാൻ അകത്തോട്ടൊന്നും വരുന്നില്ലെന്ന് പറയും. എന്താ രോഹിത്തെ ഇത്, നീ അകത്തോട്ട് വരാമെന്ന് നേരത്തെ എനിക്ക് വാക്ക് തന്നില്ലേ? അതെ, എന്നാലും ഒന്നും പറയണ്ട, നീ ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ ഭയപ്പെടുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് അലീന നിർബന്ധിച്ച് ഇറക്കുകയാണ്. ആ സമയത്ത് അവർക്ക് വീടും ചുറ്റുപാടും കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു റിസോർട്ടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അതിനുശേഷം മാമച്ചായനും ഗ്രേസി ആൻറ്റിയും എല്ലാം അവരെ വന്ന് സ്വീകരിക്കാൻ വരുവാണ്. ആ സമയത്ത് അലീന നോക്കും, രേവതിക്കുട്ടിയെ കാണുന്നില്ലല്ലോ. ഗ്രേസി ആൻറ്റിയും നോക്കും. ആ രേവതിക്കുട്ടി ചെറിയ പരിഭവത്തില്ല, അലീന വരുന്ന കാര്യം അവളെ വിളിച്ച് പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഓ അങ്ങനെയാണോ, അവളെ പരിഭവം ഞാൻ തീർത്തു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന നേരെ അകത്തോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി ഇച്ചിരി ബലം പിടിച്ച് ഇരിക്കുകയാണ്. ഹലോ, എന്ത് പറ്റി പിണങ്ങിയിരിക്കുന്നത്? വേണ്ട, ചേച്ചിക്ക് എന്നോട് ഇപ്പം പഴയ പോലെയുള്ള സ്നേഹമില്ല. ഞാൻ എല്ലാ കാര്യവും ചേച്ചിയോട് വിളിച്ച് പറയുമല്ലോ. എന്നിട്ട് ചേച്ചി ഇങ്ങോട്ട് വരുന്ന കാര്യം അത് ഒറ്റയ്ക്കല്ല, എല്ലാവരുമായിട്ട് വരുന്ന കാര്യം എൻ്റെ അടുത്ത് എന്താ പറയാൻ ഞാൻ നോക്കും. അയ്യോ രേവതിക്കുട്ടി, ഞാനത് ഗ്രേസി ആൻറ്റിയോട് വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. ഗ്രേസി ആൻറ്റി നിന്നോട് പറഞ്ഞു കാണുമല്ലോ. എന്നാലും അങ്ങനെയാണോ? ഗ്രേസി ആൻറ്റിയോടാണോ വിളിച്ച് പറയേണ്ടത്? എന്നോടല്ലേ അലിയൻ ചേച്ചി ആദ്യം ആ കാര്യം വിളിച്ച് പറയേണ്ടത്? എനിക്ക് സർപ്രൈസ് തരാൻ നോക്കിയതില്ലേ എന്നൊക്കെ പറയും. അതേ, നിനക്കൊരു സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയതാ, പക്ഷേ ഗ്രേസി ആൻറ്റി നിന്നോട് പറഞ്ഞു കാണുമല്ലോ. ഇല്ല, ഞാൻ പിണക്കത്തില്ല എന്ന് പറയും. അച്ഛയ്ക്കും, അയ്യോടാ പിണങ്ങാതെ, ഞാൻ നിന്നെയും കൂടി കാണാൻ വേണ്ടിയല്ലേ രേവതിക്കുട്ടി ഇങ്ങോട്ട് വന്നത്. അത് നിൻ്റെ വീട്ടിൽ ഞങ്ങൾ വരുമ്പം ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ട് വരുന്ന സമയത്ത് നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഞങ്ങളെ അവൻ സ്വീകരിക്കേണ്ടതില്ലേ? ശരി, ഞാൻ സ്വീകരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ പെട്ടെന്ന് പോകണമെന്നൊന്നും പറയരുത്. പെട്ടെന്നൊന്നും പോകത്തില്ല. 2 ദിവസം ഇവിടെ താമസിച്ച് നിങ്ങളെ ട്രീറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകത്തുള്ളൂ. ഉള്ളതാ. നമുക്ക് കൊല്ലത്ത് പോയി ചിന്നുമോളെ കാണാം. പിന്നെന്താ, ചിന്നുമോളെ കാണാം. പിന്നെ ഒത്തിരി സ്ഥലത്തൊക്കെ പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമുക്ക് എറണാകുളം മൊത്തം ഒന്ന് ചുറ്റാം. എന്ത് പറ്റി? ശരി, ഇപ്പം നിൻ്റെ പിണക്കമൊക്കെ മാറിയോ? മാറി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അലീനയും പിടിച്ചുകൊണ്ട് അങ്ങ് ഹോളിലോട്ട് വരികയാണ്. ആ സമയത്ത് എല്ലാവരോടുമൊക്കെ ഗ്രേസി ആൻറ്റിയും മാമച്ചാനും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് രോഹിത്തൊന്നും മിണ്ടാതെ ഇങ്ങനെ തലയും കുറിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഗ്രേസി ആൻറ്റി ചോദിക്കും, അല്ല എന്തു പറ്റി മോനെ, നീ മാത്രം എന്താ സംസാരിക്കാതിരിക്കുന്നത്? അപ്പോൾ അലീന പറയാം, അവന് ഭയങ്കര ചമ്മല ആൻറ്റി, ആരോടൊന്നും സംസാരിക്കത്തൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്, എന്നിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോൾ ഗ്രേസി ആൻറ്റി പറയും, എന്തിനാ മോനെ നീ വിഷമിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഒരു തെറ്റിദ്ധാരണ പുറത്തല്ലേ നീ പോലീസിൻ്റെ പിടിയിലായത്. സത്യങ്ങളൊക്കെ ആ കുട്ടി തന്നെ കോടതി വന്ന് പറഞ്ഞില്ലേ, നീ നിരപരാധിയാണെന്ന്, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. തെറ്റ് ചെയ്തവർ ജയിലുമായി. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രേസി ആൻറ്റി രോഹിത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി എല്ലാവരോടും നല്ല ചീറപ്പാട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ പറയും. ആ സമയത്ത്
രേവതിക്കുട്ടിയും പറയും, രോഹിതേട്ട ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അലീന ചേച്ചി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ വിവരവും എന്നോട് അപ്പോഴും പറയും, പിന്നെ എന്തിനാ ചേട്ടനൊരു ടെൻഷൻ പോലെ, ഒന്നും വേണ്ട കേട്ടോ, നല്ല ഹാപ്പി ആയിട്ട് 2 ദിവസം നമുക്കിവിടെ അടിച്ച് പൊളിക്കാമെന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് ഇങ്ങനെ ചിരിക്കുകയാണ്. അതിനുശേഷം മാമച്ചൻ ചോദിക്കും, അല്ല ബാലേന്ദ്രൻ എന്ത് പറയുന്നു? അച്ഛൻ അവിടെ ഇല്ല, അച്ഛൻ 2 ദിവസത്തേക്കൊരു ദൂരയാത്ര പോയിരിക്കുകയാണ്, അപ്പോൾ പിന്നെ വീട്ടിൽ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ്റെ ഒക്കെ ചോദിച്ച് ഞങ്ങൾ എറണാകുളത്തോട്ട് വന്ന് രേവതിക്കുട്ടിയൊക്കെ ഒന്ന് കാണട്ടെ. അങ്ങനെ അച്ഛൻ്റെ അനുഭവത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും വന്നത്. പിന്നെ ഇവർക്കൊരു സന്തോഷമാവും, 2 ദിവസം ഒന്ന് മാറി നിൽക്കാമെന്ന് എഴുതി. അച്ഛൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചെല്ലണമെന്ന് പറഞ്ഞ്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, 2 ദിവസം ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എ.സി. ആൻറ്റിയും അത് ശരിയാണ്, നമുക്ക് മറൈൻ ഡ്രൈവും ബീച്ചിലും പാർക്കിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് പോകാം, 2 ദിവസം ഒരു ഓർമ്മയിൽ നിൽക്കാമെന്ന് പറയും. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് 2 ദിവസം നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാവുന്ന രീതിയിൽ എല്ലാവരും നല്ല ത്രില്ലിംഗ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്ര മേനോനും ഗോവർദ്ധനെയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ യാത്ര പോവുകയാണ്. നേരെ പോകുന്ന പുനലൂരിലാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഗംഗാധര മേനോനെ കണ്ട് സംസാരിക്കണം, അലീനയുടെ അച്ഛൻ്റെ കാര്യമൊക്കെ സംസാരിക്കണം. ആ സമയത്തും അലീനയുടെ മനസ്സ് മുഴുവൻ ബാലേന്ദ്ര മേനോനാണ്. എവിടെയൊക്കെ ആയിരിക്കും അച്ഛൻ ഗോവർദ്ധനങ്ങളിലും കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്, ഞാൻ പോകുന്നതിൻ്റെ ടെൻഷനായിരിക്കുമോ, എന്നെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ആക്കാൻ വേണ്ടി ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് അലീനയ്ക്ക്. അച്ഛനൊരു ആപത്തും കൂടാതെ ഇങ്ങ് തിരിച്ചു വന്നാൽ മതി എന്നൊക്കെയുള്ള ടെൻഷനും ഉണ്ട് അലീനയ്ക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളും ബാക്കി കഥകളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.